അപ്പം ഞാൻ എന്താക്കി നമ്മളെ നോർമൽ ഷൂ എടുത്തു, എന്നിട്ട് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു UGC വീഡിയോ ഉണ്ടാക്കി, വാക്കറോൻ്റെ ഷൂ എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് സ്റ്റിൽ ദെയർ ഇൻ ദ യൂട്യൂബ് ചാനൽ. ഐ മീൻ നമ്മളെ ഒരു 100 VIPs എന്ന് പറഞ്ഞിട്ട് വി ആർ ഡൂയിങ് എൻ ആക്ടിവിറ്റി. അതിൽ 100 ബിസിനസ് ഓണേഴ്സിൻ്റെ മുമ്പിൽ പോയിട്ട് എന്താണ് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാൻഡിഡേറ്റിൻ്റെ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം ക്വസ്റ്റ്യൻ ചോദിക്കാം. സെയിം ക്വസ്റ്റ്യൻ ടു 100 പീപ്പിൾ. നിങ്ങളൊരു SEO എക്സ്പെർട്ടിനെ ഹയർ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു മെറ്റ എക്സ്പെർട്ടിനെ ഹയർ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ആയ എന്തിലായിട്ട് ഒരു ക്വാളിറ്റി ഓഫ് ഹയറിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളിലേക്ക് ഹയർ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏതൊക്കെ സ്കില്ലാണ് അവർക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളുണ്ടാവും. SEO എക്സ്പെർട്ട് ആണെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഒരു പെർഫോമൻസ് മാർക്കറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ എന്നുള്ള രീതിയിൽ ഒരു പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ കഴിയും. ഇത് ഞാനിത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഹയറിങ്ങിൻ്റെ എല്ലാ പ്രോസസ്സും ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഹയർ ചെയ്ത എല്ലാ സ്റ്റാഫും ഇസ് വെരി ബെറ്റർ. ഞാൻ ആ കാര്യങ്ങൾ എനിക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർക്കും നല്ല രീതിയിൽ ആ രീതിയിലേക്ക് പ്രിപ്പയർ ആവാൻ കഴിയുമല്ലോ. അതിൽ ഒന്നാമത്തത് നമുക്കിപ്പോൾ ഗ്രേറ്റ് പീപ്പിൾ നമ്മൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ലെറ്റ് സ്റ്റാർട്ട് ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ, വൈ ഷുഡ് സമ്മൺ വിത്ത് എ ഗ്രേറ്റ് ടാലൻറ്റ് ഷുഡ് ജോയിൻ അസ്. അപ്പം ഒരു നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പൈസ കണ്ടിട്ട് മാത്രം ജോയിൻ ചെയ്യില്ല. For them culture is very important, money is also very important. So both of that is there in your company. You have to make sure, and you also talk about that is very important, right? Now whenever I hire people, I always talk about this. There will be 4 types of people in your company, and whenever I hire people for the പിന്നെ ടോപ്പ് ലൈനിലേക്ക്, അതായത് ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് ഹയർ ചെയ്യുമ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ഫോർ ദെയർ സ്കിൽ മോർ ദാൻ ദി ആറ്റിറ്റ്യൂഡ്. ബട്ട് ഇഫ് ഐ എം ഹയറിങ് ഫോർ ദ ബോട്ടം ലൈൻ, അതായത് ഇനീഷ്യൽ ഡൂവേഴ്സായിട്ട്, അതായത് എല്ലാ കമ്പനിയിലും മാനേജേഴ്സ് ഉണ്ടാവും, ക്രിയേറ്റേഴ്സ് ഉണ്ടാവും, ഡൂവേഴ്സ് ഉണ്ടാവും. ഡൂവേഴ്സ് ആർ ദ പീപ്പിൾ ഹു എക്സിക്യൂട്ട് തിങ്സ്, റൈറ്റ്? ഡൂവേഴ്സിലേക്ക് ഹയർ ചെയ്യുകയാണെങ്കിൽ ഐ ലുക്ക് ഫോർവേഡ് ദി ആറ്റിറ്റ്യൂഡ് മോർ ദാൻ സ്കിൽ, റൈറ്റ്? അപ്പം യു ഹാവ് ടു ബി എ പേഴ്സൺ ഹു ഇസ് ഗുഡ് അറ്റ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സി. നമ്മൾ ലീഡേഴ്സ് എന്നൊക്കെ വിളിക്കുകയല്ലേ, എന്താ ഈ ലീഡേഴ്സ്? ഇഫ് യു കുഡ് എക്സ്പ്ലെയിൻ ലീഡേഴ്സ് ഓർ എ പ്ലേയേഴ്സ് ഇൻ യുവർ കമ്പനി ഹു ഹാസ് സ്കിൽ, ഹു ഹാസ് എ കമ്മിറ്റ്മെൻറ്റ്. If somebody is very committed and not skilled, they cannot, we need to guide them. They can still become the leader, but we need to guide. If somebody is not committed at all but skilled, you should not make them leader. If somebody is not committed and not skilled, they should not be in your company, right? So you need to have this kind of a principle, and always understand that ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ we always ask a lot of case based question, like when is the last time you handled a team? Let's say this particular problem happened, what would you do, right? So when they answer situation based questions, specifically when we hire for top line ലീഡേഴ്സിനെ ഹയർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ലീഡർഷിപ്പ് സ്കിൽ എന്താണ്, അവരെങ്ങനെയാണ് ഓരോ കാര്യത്തിന് ആക്ട് ചെയ്യുന്നത്. ഒരു ക്ലയൻറ്റിന് റിസൾട്ട് വന്നില്ല, ക്ലയൻറ്റ് ഭയങ്കര പ്രശ്നമാണ്, വാട്ട് വുഡ് യു ഡു? ഇങ്ങനെയുള്ള കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക ടോപ്പ് ലൈനിലാണെങ്കിൽ. ബോട്ടം ലൈനിലാണെങ്കിൽ നമ്മൾ പിന്നെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ല, അവരെ സ്കിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമ്മൾ ചോദിക്കുക. പിന്നെ അവിടെ എന്താ, അപ്പം we also make sure that some day the other our words in our growth positive ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ they fit to our culture, what we are trying. അപ്പം culture fit we always try to understand. This is something which we look forward. Okay. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന്, നമ്മൾ ഇപ്പോൾ നിങ്ങൾ അക്കാഡമിയിലേക്ക് പിന്നെ ഹയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. വൺ തിങ്ക്, ഇപ്പോൾ ഈ അക്കാഡമിയിൽ ഇപ്പോൾ നിങ്ങളൊരു സ്റ്റാഫിനെ എടുത്ത്, ഇപ്പോൾ ഏജൻസിയിൽ ഇപ്പോൾ കുറേ ഹ്യൂമൻസിന് ആവശ്യമുണ്ടാവും. അക്കാഡമിയിൽ ഇപ്പോൾ ഒരു സ്റ്റാഫായിരിക്കാം അക്കാഡമി കംപ്ലീറ്റ്ലി ഒരു ക്ലാസ് മൊത്തം എടുക്കേണ്ടത്. ഇപ്പോൾ സ്റ്റാഫ് കുറവുള്ളത് അക്കാഡമിയിലായിരിക്കാമല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ കുട്ടികൾക്ക്, ഇപ്പോൾ ഇങ്ങനെ കുറേ അക്കാഡമീസ് ഉണ്ട്, ഇപ്പോൾ ഇതിൽ നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവില്ലേ? ഇപ്പോൾ നിങ്ങളെ അക്കാഡമിയിൽ വന്നാൽ കിട്ടുന്ന സാധനങ്ങൾ, നിങ്ങളൊരു സ്പെഷ്യൽ എന്താണൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക? അതായത് ഇപ്പം അതാണ് ഞങ്ങൾ വാട്ട് വി ആർ ട്രൈങ് ടു ബിൽഡ് ഇസ് എൻ എക്കോസിസ്റ്റം മോർ ദാൻ എൻ അക്കാഡമി. അപ്പം എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ there are people who have actually done that. ആ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ആ എക്കോസിസ്റ്റത്തിൽ വേറൊരു ഗുണം എന്താ വെച്ച് കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ പേഴ്സണൽ ബ്രാൻഡിങ് ആൻഡ് ലിങ്ക്ഡിൻ മാർക്കറ്റിംഗ് സെഷൻ വിൽ ബി ഗിവൺ ടു എവറിബഡി. നോർമലി അത് മാർക്കറ്റിംഗ് അക്കാഡമീസിനാണ് കിട്ടാറ്. ഇത് ഡിസൈനും കിട്ടും, ഫിനാൻസിനും കിട്ടും, ടെക്കിനും കിട്ടും,
എവ്രിബഡി അത് കിട്ടും. ലൈക്ക് വി ഹാവ് റെക്കോർഡഡ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. സോ എക്കോസിസ്റ്റം കാരണം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതല്ലാണ്ട് വി ഹാവ് എ ലോട്ട് ഓഫ് ഇവൻറ്റ്സ് ലൈക്ക് ബ്രാൻഡ് വാർ സ്റ്റുഡൻസ് ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട് പിന്നെ അവർ തന്നെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ 1-2 പ്രാവശ്യം സെല് ചെയ്യണം. ആൻഡ് ദെൻ ദെയർ വിൽ ബി എ വോട്ടിംഗ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ബ്രാൻഡിന് ക്യാഷ് അവാർഡായിരിക്കും. അപ്പം അവർ പുറത്തും ഉള്ളിലൊക്കെ സെല് ചെയ്യണം. ദെൻ ദെർ ഇസ് സംതിങ് കോൾഡ് അങ്ങാടി റീബ്രാൻഡിങ്. അവർ നോർമൽ ഷോപ്പ് എടുക്കണം പുറത്തുള്ള ഏതെങ്കിലും, ആ ഷോപ്പ് എടുത്തിട്ട് അവരെ ഓണറെ കൺവിൻസ് ചെയ്തിട്ട് അവരെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ അവരെ പൈസ ഇട്ടിട്ട് ചെയ്യണം, റൈറ്റ്? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട് നമുക്ക്. വി ഹാവ് സംതിങ് കോൾഡ് പിന്നെ ഡിസൈൻ ഗാലീരിയ, റൈറ്റ്? അപ്പം എല്ലാ മന്തിലും നമ്മൾ വി ട്രൈ ടു കം അപ്പ് വിത്ത് 1 month, ഒരു മാസത്തിൽ ഫണ്ണി ആയിട്ടുള്ള സ്പോർട്സ് റിലേറ്റഡ് ഇവൻറ്റ്സ്, ഒരു മന്തിൽ ആക്ടിവിറ്റി റിലേറ്റഡ് ഇവൻറ്റ്സ്. അപ്പം അങ്ങനെയുള്ള ആൻഡ് വി ട്രൈ ടു ബ്രാൻഡ് ദാറ്റ് ഓൾസോ, റൈറ്റ്? അങ്ങനെയുള്ള ഒരുപാട് ഇവൻറ്റ്സ് വി ട്രൈ ടു ക്രിയേറ്റ്, റൈറ്റ്? സോ വാട്ട് ഹാപ്പൻസ് ഇസ് വെൻ യു ഹാവ് എ ലോട്ട് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ്, നമ്മളുടെ ഡ്രീം എന്ന് പറയുന്നത് ഫുള്ളി ആക്ടിവിറ്റി മാത്രമായിട്ട് ഉള്ള ഒരു കാര്യങ്ങൾ റൺ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ചിലപ്പം ടെക് സ്കൂളിലെ സ്റ്റുഡൻസ് മാർക്കറ്റിംഗ് സ്കൂളിലെ സ്റ്റുഡൻസിന് പ്രസൻറ്റ് ചെയ്യും, എന്നിട്ട് അവിടെ ഒരു മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ് അവർ കൊടുക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് എൻ എക്കോസിസ്റ്റം. അപ്പം അതിൽ വി ഓൾസോ ഹാവ് കമ്മ്യൂണിക്കേഷൻ. സോ റീസെൻ്റ്ലി വി ഡിഡ്, ഞങ്ങൾ കറൻ്റ്ലി വി ആർ ഡൂയിങ് സംതിങ്, റിസ്വാൻ ഈസ് ഡൂയിങ് ദാറ്റ് ആക്ടിവിറ്റി. നമ്മൾ ഒരു 100 VIPs എന്ന് പറഞ്ഞിട്ട് വി ആർ ഡൂയിങ് എൻ ആക്ടിവിറ്റി. അതിൽ 100 ബിസിനസ് ഓണേഴ്സിൻ്റെ മുമ്പിൽ പോയിട്ട് എന്താണ് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാൻഡിഡേറ്റിൻ്റെ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം ക്വസ്റ്റ്യൻ ചോദിക്കാം. സെയിം ക്വസ്റ്റ്യൻ ടു 100 people, right? Just to understand, these are all the things which right now people are looking forward, and we reverse engineer our course to meet that expectations. അപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നു 11 or 12 കഴിഞ്ഞു. അഫിയാണ് അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 11 or 12 കഴിഞ്ഞു ഓൾറെഡി. 12, റൈറ്റ്? ഓക്കെ. അതിൽ 12 ബിസിനസ് ഓണേഴ്സും പറഞ്ഞ ഒറ്റ ഒരു കാര്യമുണ്ട്, വിച്ച് ഈസ് കമ്മ്യൂണിക്കേഷൻ. ഐ ലുക്ക് ഫോർവേഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇൻ മൈ കാൻഡിഡേറ്റ് എന്നുള്ളത്. 12 ആൾക്കാർ, എനിക്ക് ഉറപ്പാണ് 100 ആൾക്കാരത്ത് പോയി കഴിഞ്ഞാൽ വി മേറ്റ് ടാറ്റാൻ്റെ ഹയറിംഗ് മാനേജറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായി, ഒരുപാട് ആൾക്കാർ, ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഈ സാറ്റർഡേ വി ആർ ഗോയിങ് ടു മീറ്റ് അനദർ പേഴ്സൺ. സോ എല്ലാവരും പറയുന്നത് ഐ ലുക്ക് ഫോർവേഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ. സോ റീസെൻ്റ്ലി വി സ്റ്റാർട്ടഡ് ഇൻട്രൊഡ്യൂസിങ് കമ്മ്യൂണിക്കേഷൻ activities towards the students, because if you know everything but you are not able to communicate, you still not able to win, right? അപ്പം കമ്മ്യൂണിക്കേഷൻ ബിക്കമിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതുപോലെ നമ്മളെ അക്കാഡമിയിൽ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്ന സാധനമാണ്. ഇപ്പോൾ ഇസിയോ ബിഷർ സാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ്റെ ട്രെയിനറാണ്. ഇപ്പം നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെൽകൃഷി ഇറക്കുന്ന സമയത്ത് നിലമൊക്കെ ഒരുക്കുമല്ലോ, അതുപോലെ ഇവരെ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ നോക്കും. 6 ദിവസത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്, ലൈഫ് ലാബ് എന്ന് പറഞ്ഞിട്ട്. ഇവരെ കമ്മ്യൂണിക്കേഷൻ തന്നെ പ്രോപ്പർലി റെഡിയാക്കാം. ദെൻ എല്ലാ ദിവസവും രാവിലത്തെ ഫസ്റ്റത്തെ ഹവർ ആക്ടിവിറ്റി ഹവറാണ് ഉണ്ടാവും. അപ്പോൾ അതിൽ ബിസിനസ്സിൻ്റെ സ്റ്റുഡൻസിന് അതിൻ്റേതായുള്ള ആക്ടിവിറ്റി ഉണ്ടാവും. ഇവർക്ക് പ്രസൻറ്റേഷൻ, ഒരു ടീച്ചിങ്, സ്റ്റുഡൻറ്റ് ടീച്ചർ, പ്രസൻറ്റേഷൻ, എല്ലാവരും പ്രസൻറ്റേഷൻ ചെയ്യണം. എല്ലാ ദിവസവും കംപ്ലീറ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ കമ്മ്യൂണിക്കേഷനാണ്. ഈവൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ അറിയാം, നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊരാളുടെ അടുത്ത് പറയാൻ കഴിയണ്ടേ? ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയാൻ കഴിയണം, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് പറയാൻ കഴിയണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരും. ഞാൻ എപ്പോഴും ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ, ഒരു 10 ആൾക്കാരെ പോയി മീറ്റ് ചെയ്തതിൽ 10 ആൾക്കാർ പറഞ്ഞത്, അപ്പോൾ അത്രയും ആളുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ സാധനം കമ്മ്യൂണിക്കേഷനാണ്. സോ വേറൊരു സാധനം ക്യൂരിയസ് ആയിട്ട് എനിക്ക് അറിയാനുള്ളത്, നിങ്ങൾ എപ്പോഴും ക്ലയൻറ്റിനെ പിച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത്, അത് എല്ലാവരും എൻ്റെ അടുത്ത് കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെ പലരും, നിങ്ങൾ ക്ലയൻറ്റിനെ പിച്ച് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ ഓരോ ബോംബൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ പിച്ച് ചെയ്യാൻ. അപ്പോൾ നിങ്ങളൊരു പിച്ചിങ് സ്ട്രാറ്റജി ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ ഇവർക്കും ഒരു ക്ലയൻറ്റിന് പിച്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ള സാധനം ഇവൻ ഞങ്ങൾക്ക് പോലും അത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. സോ എങ്ങനെയാണ് നിങ്ങളൊരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോംബിടുക, പിന്നെ നിങ്ങൾ ഏറ്റവും ടോപ്പ് ക്ലയൻറ്റ് ഏതായിരുന്നു, ആ ക്ലയൻറ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയത്, ആ കാര്യങ്ങൾ കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ നമുക്ക് മെല്ലെ വൈൻഡ് അപ്പ് ചെയ്യാം. ടോപ്പ് ക്ലയൻറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ അറിയില്ല. സോ വി ഹാവ് കൈലി TMT, വാക്കറോ, പോപ്പീസ്, കെവാബോക്സ്, ടീൻസ്. ദുബായ് എടുക്കുകയാണെങ്കിൽ അറാഡ, ഡെന്യൂബൊക്കെ അത്യാവശ്യം ലാർജറായിട്ടുള്ള Med7. അങ്ങനെ ഒരു ഏകദേശം നമുക്കവിടെ 65 ക്ലയൻസും 103 പ്രോജക്ട്സുമാണ് റൺ ചെയ്യുന്നത്. 103 പ്രോജക്ട്സ് ആസ് ഇൻ ചില ക്ലയൻസിന് SEO സോഷ്യൽ മീഡിയ ഉണ്ടോ, ഇറ്റ് ഈസ് കൗണ്ടഡ് ആസ് 2 projects. സോ വി ആർ റൈറ്റ് നൗ റണ്ണിങ് അറൌണ്ട് 1 or 3 projects ഇൻ അവർ കമ്പനി. അപ്പം പിച്ചിങ് ഐ ഡോണ്ട് മച്ച് ഇൻവോൾവ് ദെയർ. അപ്പോൾ പിച്ചിങ്ങിൽ നമ്മളൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഫൈറ എന്ന് പറഞ്ഞിട്ട്. ഷി വാസ് ഓൺലൈൻ സ്റ്റുഡൻറ്റ്. ഷി ഈസ് വെരി ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, I mean 2-3 months ബാക്ക് ഷീ
she even hit 50 lakhs in revenue milestone and things like that. അവൾ വീട്ടിൽ നിന്നിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പം പിച്ചിങ് ഓൾവേസ് ട്രൈ ടു നമ്മൾ ഒരു ക്ലയൻറ്റിന് ഒരു നീഡ് ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പിച്ച് ചെയ്യുമ്പോൾ നമ്മളെ കൂടെ തന്നെ ബാക്കിയുള്ള ഏജൻസീസും കൂടി പിച്ച് ചെയ്യുന്നതെന്നുള്ള ക്ലാരിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാവണം, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് നമ്മൾ വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് ചിലപ്പം പല ആൾക്കാരും 5 പോസ്റ്റർ ചെയ്യും, 10 വീഡിയോ ചെയ്യും, ഇന്നത് ചെയ്യും എന്ന് പറയായിരിക്കും. ഞങ്ങളിപ്പോൾ ഞാൻ ഡെന്യൂബിനെ ക്ലോസ് ചെയ്ത് എങ്ങനെയെന്ന് വേണമെങ്കിൽ പറയാം. So I got a call from Danube. Danube is a very large real estate mafia from Dubai. I got a call from Danube, asked me to go there, right? They wanted a website. So normally നമ്മളെങ്ങനെയാണ് പോവുക, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോവും, കോട്ടൊക്കെ കൊണ്ടുപോകും. ഞാൻ ടീമിനെ കൊണ്ട് ഒരു വെബ്സൈറ്റ് ലാൻഡിംഗ് പേജ് ഫ്രെയിമർ വെച്ചിട്ട് ഒരു UI ഉണ്ടാക്കി. ഈ UI കൊണ്ട് അവിടെ പോയി, എന്നിട്ട് ഞാൻ UI പ്ലേ ആക്കി, എന്നിട്ട് ഡിസ്കഷൻ തോന്നി. അപ്പം വാട്ട് ചേഞ്ച്ഡ്, നോർമലി ഈ വെബ്സൈറ്റ് നമ്മളെ കൂടെ വർക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ളതല്ല, പിന്നെ അവിടെ കോൺവെർസേഷൻ പോകുന്നത് ഇതിലെന്ത് ചേഞ്ച് വേണം എന്നുള്ളതാണ്. എൻറ്റയർ കോൺവെർസേഷൻ അവിടെ ചേഞ്ച് ആയി, റൈറ്റ്? അപ്പം നമ്മളെപ്പോഴും വാട്ട് വി ട്രൈ ടു ഡു ഇസ് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് വിത്ത് പ്രപ്പോസൽ കോഡ്സ്, നമ്മൾ ഐഡിയ ഫ്രഷിനൊക്കെ പിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഐഡിയ ഫ്രഷിൻ്റെ 1 month കണ്ടന്റ് സ്ട്രാറ്റജി വീഡിയോവും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത്, എൻ്റെ വീഡിയോ ഇപ്പോഴും ഉണ്ട്. നമ്മൾ വാക്കറോനെ ഞാൻ പിച്ച് ചെയ്ത്, വാക്കറോക്ക് UGC പിച്ച് ചെയ്യണം. അപ്പം എനിക്ക് മനസ്സിലായി വാക്കർ ഈസ് കമ്മിങ് ടു us because they were having around 2 lakhs 3 lakhs എന്തോ റവന്യൂ ഉണ്ടായിരുന്നു. we stopped when they hit 1 CR 1 crore per month റവന്യൂ ചെയ്യുമ്പോൾ. അപ്പം I wanted to close this particular brand and I was thinking how do I close this particular brand. So I understood they are coming to us specifically for ക്രിയേറ്റീവ്സിന് വേണ്ടിയിട്ട് ആഡ് റൺ ചെയ്യാനൊക്കെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. സോ ഞാൻ എൻ്റെ വാക്കറിൻ്റെ ഷൂ ഓർഡർ ചെയ്യാൻ നോക്കി, പക്ഷേ അത് കിട്ടൂല എന്ന് പറഞ്ഞു. മറ്റന്നാൾ നമുക്ക് കോയമ്പത്തൂർ പോകണം. അപ്പം ഞാൻ എന്താക്കി, നമ്മളെ നോർമൽ ഷൂ എടുത്തു, എന്നിട്ട് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു UGC വീഡിയോ ഉണ്ടാക്കി, വാക്കറോൻ്റെ ഷൂ എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് സ്റ്റിൽ ദെയർ ഇൻ ദ യൂട്യൂബ് ചാനൽ, ഐ മീൻ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അതുണ്ടാക്കിയിട്ട് അത് കാണിച്ചിട്ടാണ് വാക്കറോ പോയത്, ഇങ്ങനെയാണ് ഞങ്ങൾ UGC ഉണ്ടാവുക എന്നുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്ന നമ്മൾ ചെയ്തിട്ട് ഇതാണ് ഇഫ് യു കം ടു us യു ക്യാൻ എക്സ്പെക്ട് എന്നുള്ളത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഓൾറെഡി അത് കണ്ടിട്ടാണ് വരുന്നുള്ളത്. So that helps us in getting the closure, because at the end of the നമ്മളൊരു ക്ലൈൻറ്റ് പിച്ച് വിൻ ചെയ്യുക എന്ന് പറയുന്നത് എന്താ, ട്രസ്റ്റ് വിൻ ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? പ്രൈസിന് നിങ്ങൾ പറയുന്ന പ്രൈസിലേക്ക് ആൾക്കാരെ ട്രസ്റ്റ് വിൻ ചെയ്യുക. അപ്പോൾ ഈ ട്രസ്റ്റ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു പിച്ചിനൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് 30 seconds ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൗ ഡു യു നിങ്ങൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എപ്പോഴും I train to my team, whenever you introduce yourself, I mean there are 2 types of people, left brain people and right brain people. ഈ ലെഫ്റ്റ് ബ്രെയിൻ പീപ്പിൾ ഭയങ്കര നമ്പേഴ്സും ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെയാണ്. റൈറ്റ് ബ്രെയിൻ പീപ്പിൾ ഭയങ്കര സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങളെ പിച്ച് ഷുഡ് ഹാവ് എ കോമ്പിനേഷൻ ഓഫ് ലെഫ്റ്റ് ബ്രെയിൻ ഫാക്ട്സ് ആൻഡ് റൈറ്റ് ബ്രെയിൻ സ്റ്റോറീസ്. ദാറ്റ് മീൻസ് ഇപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മൈസെൽഫ് ഹാരിസ്, ഫൗണ്ടർ ഓഫ് ഹാരിസ് ആൻഡ് കോ, വി ആർ എ 150 member company. 150 member is a facts, left brain facts. We have these many clients, these many results. These are all left brain facts. And then we will say നമ്മൾ 5 വർഷമായി നമ്മൾ ചെയ്തിട്ട് 1-2 സ്റ്റോറി കൂടി പറഞ്ഞിട്ടായിരിക്കും ആ പിച്ച് എൻഡ് ചെയ്യുക. അപ്പോൾ ആ ഫസ്റ്റ് 30 seconds ബോത്ത്, ചില ആൾക്കാർ നമ്പേഴ്സ് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന ആൾക്കാരായിരിക്കും, ചില ആൾക്കാർ സ്റ്റോറീസ് ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് 30 seconds പിച്ചിൽ ലെഫ്റ്റ് ബ്രെയിൻ ഫാക്ട്സും ഉണ്ടാകണം, റൈറ്റ് ബ്രെയിൻ സ്റ്റോറീസും ഉണ്ടാകണം. ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കണം നിങ്ങളെ ഫസ്റ്റ് 30 seconds ഓഫ് ഇൻട്രൊഡ്യൂസിങ് യുവർ ബ്രാൻഡ്. സോ അതുണ്ടാകുമ്പോഴേക്ക് ഈ 2 type ഓഫ് ആൾക്കാർ നിങ്ങൾ ഗെയിൻ ചെയ്യും. എന്നിട്ട് യു ഹാവ് ടു ലിസൺ എ ലോട്ട്, റൈറ്റ്? ഇറ്റ്സ് നോട്ട് യു. ഞാനെപ്പോഴും പറയുന്ന, നിങ്ങൾ ഒരാളൊക്കെ, ഞാൻ വെറുതെ ഇവൻ്റെ കഥയൊക്കെ കേട്ടു എന്നിട്ട് പോയി, ഇവൻ ചിലപ്പോൾ പറയും ഹാരിസ്ക്ക് നല്ല മനുഷ്യനാണ്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, വെറുതെ കേട്ടതാണ്. That's how people feel, right? We are in a very distracted world. So you have to give the client, ക്ലയൻറ്റിന് അവരെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയം കൊടുക്കണം. ലിസൺ ചെയ്തിട്ട്, മാക്സിമം ലിസൺ ചെയ്തിട്ട് മാത്രം കാര്യങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. നീഡ് മനസ്സിലാക്കുക. ആ നീഡിനുള്ള സൊല്യൂഷനാണ് സെയിൽസ് എന്ന് പറയുന്നത്. എന്താ സെയിൽസിൻ്റെ ഡെഫിനിഷൻ എന്താ സെയിൽസ്? I'll conclude with this. What is sales? Sales means there is a need
ഓക്കെ, ഒരാൾക്ക് ഒരാവശ്യമുണ്ട് അല്ലേ, ആ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ നമ്മളതിലുണ്ട്. അപ്പോഴാണ് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂസ് വിത്ത് റെസ്പെക്ട് ടു ദ നീഡ് ഓഫ് ദ ക്ലയൻറ്റ് നടക്കുമ്പോഴാണ് ഒരു സെയിൽ നടക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമുണ്ട്, നീഡ് അറിഞ്ഞാലല്ലേ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂ. നമ്മളൊരു കാര്യം അറിയാണ്ട് എൻ്റെ പ്രോഡക്റ്റ് ഇതെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആർ വി റിയലി സാറ്റിസ്ഫൈങ് ദിയർ നീഡ് ഓർ വി ആർ സാറ്റിസ്ഫൈങ് അവർ ഈഗോ അല്ലേ. സോ എപ്പോഴും സെയിൽസിൽ വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ദേ ആർ ഹിയർ, വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർവേഡ്. അതിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പിച്ച് നിങ്ങളിൽ ഉണ്ടാവുമ്പോഴാണ് അവിടെ അത് ക്ലോസ് ആവുക, എക്സ്ചേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ടാവുക. I mean, if I have to talk about sales, it's another 2-day activity. So I'm not going to talk about more about that. But എപ്പോഴും ട്രൈ ചെയ്യാൻ, നിങ്ങളൊരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വലിയ ഏജൻസീസൊക്കെ ഒരുപാട് കാര്യങ്ങൾ പിച്ച് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ആ കാര്യങ്ങൾ, ഞാൻ 10 റീൽസ് ചെയ്യും എന്ന് പറയുമ്പോൾ 5 റീൽസ് നിങ്ങൾക്ക് ചെയ്തിട്ട് ആ റീൽസിൻ്റെ വീഡിയോയും കൊണ്ട് ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ക്ലയൻറ്റ് ഇസ് എക്സ്പീരിയൻസിങ് യുവർ വർക്ക്. When a client is experiencing your work, they will have more trust. When they have more trust, they might choose you compared to others. So ഈ എക്സ്പീരിയൻസ് കൂടി കൊടുക്കാൻ നോക്കാം.